केवल सोनल हाए ओल मोबी शोल मुन अर्मी सोन बस हो शो താബാസോൻ ബസ്ഹുമോ. ഇന്ന് 2019 ജനുവരി 16 അഭിവന്യ ഗീവർഗീസ് മാർ ദിവനാസസ് തിരുമേനിയുടെ 1ാം ചരണവാർഷിക ദിനമാണ്. തിരുമേനിയെക്കുറിച്ച് ഒരു സതീർത്ഥൻ എന്ന നിലയിൽ വളരെ ദീപ്തമായ സ്മരണകളാണ് എനിക്ക് ഉള്ളത്. തിരുവല്ല മേരിഗിരി മൈനസിനാരിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. പ്രീ ഡിഗ്രി കഴിഞ്ഞു വന്ന ഞാൻ തിരുമേനി നേരത്തെ വന്നെങ്കിലും തിയോളജി 1ാം വർഷമായപ്പോൾ ഞങ്ങൾ ഒരു ബാച്ചിലെ പഠിതാക്കളായി ഞങ്ങളുടെ സെമിനാരി ജീവിതം തുടർന്നു. കലാരംഗത്ത് ഒരുപാട് താല്പര്യമുള്ള വ്യക്തിയായിരുന്നു അഭിവന്യ വർഗീസ് ഒറ്റത്തെങ്കിൽ. നാടകങ്ങൾ, സ്കിറ്റുകൾ എല്ലാം എഴുതുവാനും ഒരുമിച്ച് അഭിനയിക്കുവാനും ഞങ്ങൾ ഒന്നിച്ച് ഉണ്ടായിരുന്നു. അഭിവന്യ പിതാവിനെ പോലെ തന്നെ അഭിനയ രംഗത്ത് എനിക്കും താല്പര്യമുള്ളതിനാലും അല്പം കലാപരമായ പ്രവർത്തനങ്ങളിൽ ചിത്രം വരയ്ക്കുവാനും അഭിനയിക്കാനൊക്കെയും ഞാൻ തമാശാപരമായിട്ടൊക്കെയും കൂട്ടത്തിൽ കൂടിയപ്പോൾ ഞങ്ങൾ ഉറ്റ സുഹൃത്തുക്കളായി എന്നുള്ളതാണ് സത്യം. എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുവാനും പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനൊക്കെയും ഒരുപാട് താല്പര്യമാണ് അഭിവന്യ പിതാവ് കാണിച്ചിരുന്നത്. പഠനത്തിന് മുൻപന്തിയിൽ അല്ലായിരുന്നെങ്കിലും ക്ലാസ്സിൽ ആരുടെയും പുറയിലായിരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ആധ്യാത്മികമായി വളരെയേറെ ഉയർന്ന നിലയായിരുന്നു വർഗീസ് ഒറ്റത്തെങ്കിൽ പുലർത്തിയിരുന്നത്. തിയോളജി പഠിക്കുവാനായിട്ട് തൃശ്ശിനാപ്പള്ളി സെമിനാരിയിലേക്കും തിയോളജി പഠിക്കുവാനായിട്ട് ഞാൻ ആലുവ സെമിനാരിലേക്കും പോയപ്പോൾ ഞങ്ങൾ 2 സ്ഥലങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നുവെങ്കിലും കത്തുകൾ എഴുതി ഞങ്ങളുടെ സ്നേഹബന്ധത്തെ ഞങ്ങൾ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. പട്ടം കിട്ടിയതിന് ശേഷം വർഗീസ് ഒറ്റത്തെങ്കിൽ അച്ഛനെ നിലമ്പൂർ ജോസ്ഗിരിയിലെ ബഹുമാനപ്പെട്ട കഡ്ബട്ടച്ചൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് നിയമിച്ചിരുന്നത്. നിലമ്പൂർ പ്രദേശത്തെ കരുളായും ചോക്കാടും ജോസ്ഗിരിയിലൊക്കെയും അച്ഛൻ സേവനം പുലർത്തി. ആ സമയങ്ങളിൽ അച്ഛൻ്റെ പ്രത്യേകത കല കൊണ്ട്, കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തൻ്റെ സുവിശേഷ ദൗത്യം നടത്തി എന്നുള്ളതാണ്. കൊച്ചുകുട്ടികൾക്ക് പാട്ട് പഠിപ്പിച്ചു കൊടുത്ത്, അവർക്ക് നാടകം പഠിപ്പിച്ചു കൊടുത്ത്, അതിലൂടെ കർത്താവിൻ്റെ സുവിശേഷം മക്കൾക്ക് പങ്കിട്ട് കൊടുത്തിരുന്നു. അധികം താമസിയാതെ മൈക്കാവ് മണൽവയൽ പള്ളികളുടെ വികാരിയായിട്ട് ബഹുമാനപ്പെട്ട വർഗീസ് ഒറ്റത്തെങ്കിൽ അച്ഛൻ നിയമിതനായി. ഇടവകയിൽ വളരെ നന്നായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയിരുന്ന വർഗീസ് ഒറ്റത്തെങ്കിൽ അച്ഛനെ ഭാഗ്യ സ്മരണായ സിർമാസ് ബസിലോസ് കാതോലിക്ക ബാവ ഉപരി പഠനത്തിനായിട്ട് റോമിലേക്ക് അയച്ചു. അവിടെ പഠിച്ച് ഡോക്ടറേറ്റ് കരസ്ഥമാക്കി തിരിച്ചു വന്ന വർഗീസ് ഒറ്റത്തെങ്കിൽ അച്ഛനെ നിയമിച്ചത് പാലാന്തോടം സെൻറ്റ് ജോസഫ് ഇടവകയിലായിരുന്നു. വാസ്തവത്തിൽ
യാതൊരു സൗകര്യവും ഉള്ള ഒരു ഇടവകയായിരുന്നില്ല അത്. താമസിക്കാനൊരു വളരെ പഴയ ചെറിയ കെട്ടിടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടറേറ്റ് എടുത്ത് തിരിച്ചു വന്ന ഒരച്ഛൻ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരിക്കുക ഉന്നത പദവിയായിരിക്കും. സെമിനാരിലെ പ്രൊഫസറോ അല്ലെങ്കിൽ ബിഷപ്പ് ഹൗസിലെ മറ്റെന്തെങ്കിലും ഓഫീസോ. ഏതാണ്ട് 3 മാസക്കാലത്തോളം അവിടെ ശുശ്രൂഷിച്ചപ്പോൾ വർഗീസ് ഒറ്റത്തിങ്കൽ അച്ഛൻ്റെ ദൈവവിളി മേരെ സെമിനാരിലേക്ക് പഠിപ്പിക്കുവാനായി നിയമിതനായി എന്നുള്ളതാണ്. അവിടെ തൻ്റെ കഴിവനുസരിച്ച് താൻ പഠിപ്പിച്ചു. അതിനുശേഷം അവിടുത്തെ റെക്ടറായി തീർന്നു. വാസ്തവത്തിൽ മേജർ സെമിനാരിയുടെ തിയോളജി വിങ് നിർമ്മിക്കുന്നത് ബഹുമാനപ്പെട്ട വർഗീസ് ഒറ്റത്തിങ്കൽ അച്ഛൻ്റെ കാലഘട്ടത്തിലാണ്. സാമ്പത്തികമായി ഒന്നുമില്ലാത്ത അവസരത്തിൽ വിദേശത്ത് പോയി സുഹൃത്തുക്കളെ കണ്ട് പണം സമ്പാദിച്ച് വളരെ മനോഹരമായിട്ടാണ് ആ ഒരു സെമിനാരിയുടെ നിർമ്മാണം വർഗീസ് ഒറ്റത്തിങ്കൽ അച്ഛൻ പൂർത്തിയായത്. ഈ കാലഘട്ടത്തിലാണ് ഭാഗ്യസ്മരണായ സിർനാബസ് ക്രിസ്ത്യൻമേനി ബത്തേരിയിലെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി തിരുവനന്തപുരം അതിരൂപതയിലേക്ക് ആർച്ച് ബിഷപ്പായി കാതോലിക്ക ബാവായി സ്ഥലം മാറിപ്പോകുന്നത്. ഈ സന്ദർഭത്തിൽ ബത്തേരി രൂപതയ്ക്ക് ഏറ്റവും അനുയോജ്യനായ അടുത്ത സാരഥി ബഹുമാനപ്പെട്ട വർഗീസ് ഒറ്റത്തിങ്കൽ അച്ഛനായിരുന്നു. അധികം താമസിയാതെ താൻ അഭിഷിക്തനായി ബത്തേരി രൂപതയുടെ സാരഥ്യം ഏറ്റെടുത്തു. 1971 ഫെബ്രുവരിയിൽ 40ഓളം പള്ളികളും 17 അച്ഛന്മാരെ തുടങ്ങിയ ആ ഒരു ദൗത്യം സിറിൽ അഭിഷേകം പൂർത്തിയാക്കിക്കൊണ്ടിരുന്നു. വർഗീസ് ഒറ്റത്തിങ്കൽ അച്ഛൻ തിരുമേനിയായി ബത്തേരി വന്നപ്പോൾ സിറിൽ തിരുമേനിയുടെ ഒരു പ്രവർത്തനത്തിനും തടസ്സമോ ഭംഗമോ ഒന്നും വരുത്താതെ വളരെ ഭംഗിയായിട്ട് രൂപതയുടെ എല്ലാ ഭരണപാഠവും ഏറ്റെടുത്തു. ഇടവകൾ നിർമ്മിക്കുന്നതിനും കെട്ടിടങ്ങൾ പണിയുന്നതിനും പള്ളികൾ പണിയുന്നതിനും ബി.എഡ് കോളേജ് കുന്തൂർ പോലുള്ള സ്ഥലങ്ങൾ സ്ഥാപിക്കുകയും അഭിനന്ദ പിതാവ് താല്പര്യമെടുത്തു. വിദ്യാഭ്യാസ രംഗത്തും ആത്മീയ രംഗത്തും ഒരുപോലെ തിരുമേനി പരിശ്രമിച്ചു എന്നത് വലിയ സത്യമാണ്. 2005 അഭിനന്ദ പിതാവിൻ്റെ കൂടെ 1.5 മാസക്കാലം യൂറോപ്യൻ രാജ്യങ്ങളിൽ പര്യടനം നടത്താനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. വാസ്തവത്തിൽ അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് വിദേശ യാത്രയുടെ കഷ്ടപ്പാട്. നാം ചിന്തിക്കും യൂറോപ്പിൽ പോകുന്നു തിരിച്ചു വരുന്നു, പ്ലെയിനിൽ പോകുന്നു തിരിച്ചു വരുന്നു, സുഖമാണെന്ന്. എന്നാൽ ഒരു ദിവസം പോലും ഒരു മണിക്കൂർ പോലും അലസമായി ചിലവഴിക്കാതെ അവിടെയുള്ള ഉപകാരികളെ സുഹൃത്തുക്കളെ കണ്ട് അവരോട് ഭിക്ഷ വേണ്ടുന്നത് പോലെ പണം കരസ്ഥമാക്കി കൊണ്ടുവന്നിട്ടാണ് രൂപതയുടെ എല്ലാ പ്രവൃത്തികളും അഭിനന്ദ പിതാവ് ചെയ്തിരുന്നത്. അതുപോലെ ഓരോ ഞായറാഴ്ചയും ഓരോരോ പള്ളികളിലും പിതാവ് അപ്പോയിൻമെൻ്റ് എടുത്ത് അവിടെ മിഷൻ പ്രീച്ചിങ് നടത്തി കിട്ടുന്ന തുക സ്വരുക്കൂട്ടി രൂപതയ്ക്ക് വേണ്ടി മുടക്കി ചിലവാക്കി എന്നുള്ളത് വലിയ ഒരു സംഭവമായിട്ട് ഞാൻ കാണുന്നു. ഒരു നിമിഷം വിശ്രമമില്ലാതെ പൂർണ്ണ സമയം യാത്ര ചെയ്തും വിശുദ്ധ ബലി അർപ്പിച്ചും പ്രസംഗിച്ചും സുഹൃത്തുക്കളെ കണ്ടും പണം ഉണ്ടാക്കിയത് അഭിനന്ദ പിതാവ് ബത്തേരി രൂപതയുടെ കെട്ടുപണിക്ക് വേണ്ടി ആയിരുന്നു. അഭിനന്ദ പിതാവിൻ്റെ വത്സല പിതാവ് മരിച്ച ശേഷം വത്സല തിരുമേനിയുടെ വത്സല മാതാവിനെ ബത്തേരി കൊണ്ട് താമസിക്കുവാൻ വേണ്ടി തിരുമേനി ആഗ്രഹിച്ചു. അതിനനുസരിച്ച് വത്സല മാതാവ് അറിയാതെ തന്നെ പട്ടിരിപ്പള്ളിയിലെ ഒരു ചെറിയ വീട് അഭിനന്ദ പിതാവ്
അതിനുണ്ടാക്കി. പക്ഷെ അമ്മച്ചിയെ വിളിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞത് ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന്. ആ കെട്ടിടം അത് അവിടെ നിലനിർത്തുകയും തിരുമേനി പുത്തൂർ രൂപതയിലേക്ക് സ്ഥലം മാറിപ്പോയ അവസരത്തിൽ അത് ബത്തേൽ രൂപതയ്ക്ക് ദാനമായി നൽകുകയും ചെയ്തു. പുത്തൂർ രൂപതയിലും ഒരുപാട് ത്യാഗമാണ് അഭിമന്യ പിതാവിനുണ്ടായിരുന്നത്. ഒന്നുമില്ലാതിരുന്നിടത്ത് ചെറുതാണെങ്കിലും ബിഷപ്പ് ഹൗസും സെമിനാരിയും മറ്റ് സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഒക്കെയും മുടക്കം വരാതെ നടത്തുവാൻ തിരുമേനി ഒരുപാട് പരിശ്രമിച്ചു. വാസ്തവത്തിൽ രോഗാവസ്ഥയിലായപ്പോൾ തിരുമേനി തൻ്റെ പ്രവർത്തനം സ്വയം പൂർത്തിയാക്കി വിശ്രമത്തിനായിട്ട് തിരുവല്ല പള്ളിമലയിലേക്ക് പോയി. അവിടെ ചികിത്സയിലും വിശ്രമത്തിലും പ്രാർത്ഥനയിലും തിരുമേനി കഴിച്ചു. എനിക്ക് മനസ്സിലാക്കുന്നിടത്തോളം, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അഭിമന്യ പിതാവ് ലാളിത്യത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു, ആധ്യാത്മികതയുടെ പ്രതീകമായിരുന്നു. സ്വന്തമായിട്ട് ഒന്നുമില്ലാതെ ജീവിച്ച തിരുമേനിയുടെ കയ്യിൽ അവസാനം ഉണ്ടായിരുന്നത് താൻ ഉപയോഗിച്ചിരുന്ന ഒരു വയലിനും ഉപയോഗിച്ചിരുന്ന അത്യാവശ്യം തുണികളുമല്ലാതെ പണമോ മറ്റു യാതൊരു സാധന സാമഗ്രികളോ തിരുമേനിയുടെ പക്കലില്ലായിരുന്നു. ഞാനും വേറൊരു വൈദ്യനും കൂടെ തിരുമേനിയെ കാണാൻ വേണ്ടി തിരുവല്ല ചെന്നപ്പോൾ കുറച്ച് പണം കൊടുക്കുവാൻ വേണ്ടി തുടങ്ങിയപ്പോൾ പറഞ്ഞു, എനിക്ക് പണം വേണ്ട, 2 ഇൻസുലിൻ മാത്രം മേടിച്ച് തന്നാൽ മതിയെന്ന്. ഇത്രയും ത്യാഗത്തോടെ ജീവിക്കുന്ന, ഇത്രയും ദാരിദ്ര്യം എന്നാൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന തിരുമേനിയുടെ മുഖം എനിക്ക് മറക്കാൻ സാധിക്കില്ല. പലപ്പോഴും അന്ന് കാണുമ്പോൾ എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് ചോദിച്ചാൽ ചിരിച്ചുകൊണ്ട് ഇല്ലെന്നേ പറയുള്ളൂ. വേദന ഉള്ളിലൊതുക്കി അത് ദൈവത്തിന്, മാതാവിന് സമർപ്പിച്ച് ഒരു നല്ല ബലിയായി തീർന്നു അഭിമന്യ ഗീവർഗീസ് മാർ ദിവനാസ് തിരുമേനി. ജീവിക്കുന്ന ഒരു വിശുദ്ധനായിരുന്നു അദ്ദേഹം. ഇന്നും ഒരു വിശുദ്ധൻ തന്നെ. മാർപ്പാപ്പ തിരുമനസ്സുകൊണ്ട് തന്നെ ഒരു വിശുദ്ധനെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഗീവർഗീസ് മാർ ദിവനാസ് പിതാവ് ഒരു വിശുദ്ധനാണെന്ന്. തന്നോട് മാധ്യസ്ഥം തേടുന്നവർക്ക് തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ സാധിച്ചു കിട്ടും എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. നമുക്ക് തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, തിരുമേനി മാധ്യസ്ഥം തേടാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.